അടുത്ത ചോദ്യം, ഡ്രോ ദ ഫിഗേഴ്സ് വിത്ത് സ്പെസിഫൈഡ് മെഷേഴ്സ്. അതായത് തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ അതേ അളവിൽ നോട്ട്ബുക്കിൽ വരയ്ക്കുക. നമുക്ക് ഒന്നാമത്തെ ചിത്രം നോക്കാം. ആദ്യം 4 സെന്റിമീറ്റർ നീളമുള്ളൊരു ലൈൻ അതിന്റെ രണ്ടറ്റത്തും 50 ഡിഗ്രി ആംഗിളിൽ 2 ലൈൻസ് പോകുന്നു. അത് മുകളിൽ ചെന്ന് കൂട്ടിമുട്ടുന്നു. ഇതാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. ആദ്യം 4 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. വേണമെങ്കിൽ അതിനൊരു പേരൂടൊക്കെ നൽകാം. തൽക്കാലം ഞാനൊരു പേരൂടൊക്കെ കൊടുക്കുകയാണ് പറയാനുള്ള സൗകര്യത്തിന്. ഇനി രണ്ടറ്റത്തും 50 ഡിഗ്രി വീതമാണ് ആംഗിൾ. എ എന്നുള്ള പോയിന്റിൽ പ്രൊട്രാക്ടർ വയ്ക്കുന്നു. 50 ഡിഗ്രി അളക്കുന്നു. ഇവിടെയാണ് 0, 0, 10, 20, 30, 40, 50 ഇവിടേക്ക് മാർക്ക് ചെയ്യുന്നു. ഇപ്പം ഈ ഒരു ആംഗിൾ നമുക്ക് ലഭിച്ചു. ഇത് നീട്ടി വരച്ച് വയ്ക്കാം. ഓക്കെ. അതേപോലെ തന്നെ ബി എന്നുള്ള പോയിന്റിലും 50 ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നു. ഈ ആംഗിൾസ് ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇതിപ്പോൾ 50 ഡിഗ്രിയാണ്. ഇതും 50 ഡിഗ്രിയാണ്. ഇത് 4 സെന്റിമീറ്റർ ആണ്. വേണമെങ്കിൽ കൃത്യമായിട്ട് അളവെടുത്ത് ഈ ലൈൻ വരയ്ക്കാതെ തന്നെ, ഈ മുകളിലേക്കുള്ളത് വരയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. പക്ഷെ ഇതുകൊണ്ടേലും കുഴപ്പമൊന്നുമില്ല. ഈ മുകളിലത്തെ പോയിന്റിന് സി എന്നുള്ള പേര് കൊടുക്കുന്നു. ഇതാണ് ഇപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഫിഗർ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ആദ്യം 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനാണ് വരയ്ക്കേണ്ടത്. ഒരു പേര് കൊടുക്കുന്നു. എ, ബി, തന്നിരിക്കുന്ന അളവ് എഴുതുന്നു 5 സെന്റിമീറ്റർ. ഇനി എ എന്നുള്ള പോയിന്റിൽ 60 ഡിഗ്രി ആംഗിളിൽ 3 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കണം. എ എന്നുള്ള പോയിന്റിൽ 60 ഡിഗ്രി ആംഗിളിൽ 3 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കണം. ഇവിടെ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല. നേരത്തെ ഒരു രീതി ചെയ്തു. ഇപ്പം നമ്മൾ അധികം പുറത്തേക്ക് നീളമില്ലാതെ, പുറത്തേക്ക് നീളം വരാത്ത രീതിയിൽ ഒന്ന് ചെയ്യുകയാണ്. 3 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അതിനാൽ നമ്മൾ 3 സെന്റിമീറ്റർ കൃത്യമായിട്ട് അളവെടുത്ത് വരയ്ക്കുന്നു. ഇപ്പം 10ലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 1, 2, 3 ഇവിടം വരെയാണ് 3 സെന്റിമീറ്റർ. ഈ ഒരു പോയിന്റ് ഇത് നമ്മൾ നേരെ വരച്ചാൽ 60 ഡിഗ്രി ആംഗിളാണ്. നമ്മൾ അവിടം വരെ വരയ്ക്കുന്നില്ല. 3 സെന്റിമീറ്റർ എന്നുള്ള ഒരു പോയിന്റ് എടുക്കുന്നു. എന്നിട്ട് എയുമായിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് 60 ഡിഗ്രി ആംഗിളുമാണ്, 3 സെന്റിമീറ്റർ നീളവുമാണ്. ഇനി ബി എന്നുള്ള പോയിന്റിൽ 120 ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നു. ബി എന്നുള്ള പോയിന്റിൽ 120 ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നു. ആംഗിൾ മാർക്ക് ചെയ്തു. ഇപ്പം ഈ ഒരു ബിയും ഈ ഒരു പോയിന്റോടെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ 120 ഡിഗ്രി ആംഗിളാണ്. അവിടെ പക്ഷെ വേണ്ടത് 3 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ 3 സെന്റിമീറ്റർ കൃത്യമായിട്ട് അളന്നെടുക്കുന്നു. ഏതെങ്കിലും ഒരു വാല്യൂവിൽ ബി എന്നുള്ള പോയിന്റ് വയ്ക്കുന്നു. എന്നിട്ട് ഈ പോയിന്റ് 2 പോയിന്റ്സും കണക്ട് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് 3 സെന്റിമീറ്റർ അളക്കുന്നു. 1, 2, 3 ഇതാണ് മൂന്നാമത്തെ സെന്റിമീറ്റർ. ഇതിപ്പം 3 സെന്റിമീറ്റർ നീളമാണ്. ഇനി ഈ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള പേരൂടെ നൽകുന്നു. സി, ഡി. ഇപ്പോൾ തന്നിരിക്കുന്ന മുഴുവൻ അളവുകളും ശരിയായിട്ടുണ്ട്. ഇതാണ് ആൻസർ.
ഇവിടെ വശങ്ങളുടെ അളവുകളൊന്നും തന്നിട്ടില്ല. പകരം ഒരു വികരണത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്. അതായത് ഡയഗണലിൻ്റെ നീളം തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ എന്ന്. അതവിടെ ഡോട്ടർ ലൈൻ വെച്ചാണ് വരച്ചേക്കുന്നത്. നമ്മളത് ഡോട്ടർ ലൈൻ വെച്ച് വരയ്ക്കുന്നു. ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചു. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് 20 ഡിഗ്രി ആംഗിൾ, ഇങ്ങോട്ടേക്ക് 20 ഡിഗ്രി ആംഗിൾ അതാദ്യം വരയ്ക്കുന്നു. 20 ഡിഗ്രി ആംഗിൾ ഇടതുവശത്തെ പോയിന്റിൽ വയ്ക്കുന്നു. 20 ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് നീട്ടി വരയ്ക്കുകയാണ്. അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ പുറത്തേക്ക് ലൈൻ പോകാതെ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. 20 ഡിഗ്രി. അപ്പം ഈ ആംഗിൾ 20 ഡിഗ്രിയാണ്, ഈ ആംഗിളും 20 ഡിഗ്രി. ഇനി ഇതേപോലെ തന്നെ താഴേക്കും വരയ്ക്കുന്നു. ഡിഗ്രി ആൻഡ് ഇങ്ങോട്ടേക്കും 20 ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്നു. ഇനി ഇവ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. ഇത് ലൈൻ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരയ്ക്കുന്നത്. ട്വൻറ്റി ഡിഗ്രിയാണ് ഈ ആംഗിൾ, ഈ ആംഗിളും 20 ഡിഗ്രി തന്നെ. അപ്പം പറഞ്ഞേക്കുന്ന അതേ അളവുകളിൽ തന്നെ വരച്ചു കഴിഞ്ഞു. പേര് നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. ഓക്കെ, ഈ ലാസ്റ്റ് തന്നിരിക്കുന്നത് ഹോംവർക്കായിട്ട് ചെയ്യുക. 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ, അതിൽ റൈറ്റ് സൈഡിൽ 90 ഡിഗ്രി ആംഗിൾ, ലെഫ്റ്റ് സൈഡിൽ 30 ഡിഗ്രി ആംഗിൾ, ഇത് മൂന്നോട് ചേർന്ന് ഒരു ട്രയാങ്കിൾ അതായത് ത്രികോണം ഫോം ചെയ്യുന്നു. നമുക്കറിയാം, ഒരു വൃത്തത്തിനെ 360 തുല്യ സമഭാഗങ്ങളാക്കിയാൽ കിട്ടുന്ന ഒരു ഭാഗത്തിൻ്റെ കോണാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. തിരിച്ചു പറഞ്ഞാൽ, ഒരു വൃത്തത്തിൽ നിന്ന് നമുക്ക് 1 ഡിഗ്രി അളവുള്ള 360 സമഭാഗങ്ങൾ കിട്ടും. ഒരു വൃത്തത്തിൽ 1 ഡിഗ്രി അളവുള്ള 360 സമഭാഗങ്ങൾ നമുക്ക് കിട്ടും. ഈ 2 ഡിഗ്രി ആണെങ്കിലോ, ഒരു വൃത്തത്തിൽ 2 ഡിഗ്രി അളവുള്ള എത്ര സമഭാഗങ്ങൾ കിട്ടും? ഇവിടെ ഇരട്ടിയായപ്പോൾ ഇവിടെ നേരെ പകുതിയാകും, 180. അതായത് ഒരു വൃത്തത്തിനെ 180 സമഭാഗങ്ങളാക്കിയാൽ ഓരോന്നിൻ്റെ അളവ് 2 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തതും കൂടെ നോക്കാം. 3 ഡിഗ്രി. ഒരു വൃത്തത്തിൽ 3 ഡിഗ്രി അളവുള്ള എത്ര ഭാഗങ്ങളുണ്ടാകും? എത്ര സമഭാഗങ്ങളാക്കാനായിട്ട് നമുക്ക് പറ്റും? 3 ഡിഗ്രി ആകുമ്പം 360നെ 3 വെച്ച് അങ്ങോട്ട് ഇടും. ആകെ 360 ഡിഗ്രി ഉണ്ട്. അതിൽ 3 ഡിഗ്രി വീതമുള്ള കണ്ടുപിടിക്കാനായിട്ട് 360നെ 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 360നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 120. അതായത് ഒരു വൃത്തത്തിൽ നിന്ന് 3 ഡിഗ്രി അളവുള്ള 120 സമഭാഗങ്ങൾ നമുക്ക് ലഭിക്കും. തിരിച്ചു പറഞ്ഞാൽ, ഒരു വൃത്തത്തിനെ 120 സമഭാഗങ്ങളാക്കിയാൽ അതിൽ ഒരു ഭാഗത്തിൻ്റെ അളവെന്ന് പറയുന്നത് 3 ഡിഗ്രി ആയിരിക്കും. ഇനി 10 ഡിഗ്രി ഒന്ന് എടുക്കാം. 10 ഡിഗ്രി 10 ഡിഗ്രി അളവുള്ളത് നമുക്ക് കിട്ടാനായിട്ട് 360 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 36. അതായത് ഒരു വൃത്തത്തിൽ നമുക്ക് 10 ഡിഗ്രി അളവുള്ള 36 സമഭാഗങ്ങൾ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ, ഒരു വൃത്തത്തിനെ 36 സമഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗത്തിൻ്റെ അളവ്, കോണളവ് 10 ഡിഗ്രി
ആയിരിക്കും. വൃത്തത്തിനെ 30 സമഭാഗങ്ങളാക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോ കോണും എത്രയായിരിക്കും? 360നെ 30 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 12. വൃത്തത്തിനെ നമ്മൾ 30 സമഭാഗങ്ങളാക്കിയാൽ ഒരു കോണിൻ്റെ അളവ് 12 ഡിഗ്രി ആയിരിക്കും. തിരിച്ചു പറഞ്ഞാൽ ഒരു വൃത്തത്തിൽ 12 ഡിഗ്രി അളവുള്ള 30 സമഭാഗങ്ങൾ നമുക്ക് ലഭിക്കും. ചിത്രത്തിൽ തന്നിരിക്കുന്ന സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വൃത്തത്തിനെ 4 തുല്യ ഭാഗങ്ങളാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ 4 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഓരോ കോണും എത്ര ഡിഗ്രി വീതമാണ്? വൃത്തത്തിനെ ആകെ 360 ഡിഗ്രി ഉണ്ട്. അതിനെ 4 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ 360നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 360നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 കിട്ടുന്നു. അപ്പോൾ ഈ ഓരോ ആംഗിളും 90 ഡിഗ്രി വീതമാണ്. നമ്മുടെ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു ആംഗിൾ നോക്കുക. നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി ആംഗിൾ, അതായത് റൈറ്റ് ആംഗിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തത്. സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിളും 90 ഡിഗ്രിയാണ്. നമുക്ക് ലഭിക്കുന്ന വൃത്തത്തിൻ്റെ ആംഗിളും 90 ഡിഗ്രി തന്നെയാണ്. ഇനി ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ 45 ഡിഗ്രി ആംഗിൾ വെച്ചാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. അത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 8 തുല്യ ഭാഗങ്ങളാണ് കിട്ടുന്നത്. ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതമാണ് അതറിയാനായിട്ട് ഒന്നെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത സെറ്റ് സ്ക്വയറിൻ്റെ അതേ ആംഗിൾ, അതായത് 45 ഡിഗ്രി തന്നെ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് സെറ്റ് സ്ക്വയർ ഒന്നും വെച്ചല്ല, അല്ലാതെ തന്നെ നമുക്ക് എന്താണ് ഒരു വൃത്തത്തിന് 8 തുല്യ ഭാഗങ്ങളാക്കി തന്നിരിക്കുന്നു. ഓരോ ആംഗിളും കാണാൻ പറഞ്ഞാൽ എന്താണ് നമ്മൾ 360നെ നേരെ 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 360നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 ഡിഗ്രി എന്നുള്ള അളവ് നമുക്ക് ലഭിക്കും. ഇനി നമ്മൾ തുടക്കത്തിൽ ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ആംഗിൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ്. ഇനി തുടക്കത്തിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഒരു വൃത്തത്തിനെ നമുക്ക് 5 തുല്യ ഭാഗങ്ങളാക്കാനായിട്ട് സെറ്റ് സ്ക്വയറിൽ മൂലകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ നമ്മൾ പുതിയൊരു രീതി എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചാണ് നമ്മൾ ഇവിടം വരെ പഠിച്ചത്. ഇനി നമ്മളൊരു വൃത്തത്തിനെ എങ്ങനെ 5 തുല്യ ഭാഗങ്ങളാക്കുമെന്ന് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, വാട്ട് ഷുഡ് ബി ദ ആംഗിൾ അറ്റ് ദ സെൻറ്റർ ഇഫ് വി ഡിവൈഡ് എ സർക്കിൾ ഇൻറ്റു ഫോളോവിങ് ഈക്വൽ പാർട്സ്? അതായത് ഒരു വൃത്തത്തെ താഴെ നൽകിയിരിക്കുന്ന എണ്ണം സമഭാഗങ്ങളാക്കിയാൽ വൃത്തകേന്ദ്രത്തിലെ കോൺ എത്രയായിരിക്കും? 5 സമഭാഗങ്ങളാക്കുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. 5 സമഭാഗങ്ങളാക്കിയാൽ വൃത്തത്തിലെ കോൺ എത്രയായിരിക്കുമെന്ന് നോക്കാം. അതിന് നമ്മൾ 360നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യണം, അതായത് ഹരിക്കണം. അതൊന്ന് ഇവിടെ ചെയ്ത് കാണിക്കുകയാണ്. 360നെ 5 വെച്ച് ഹരിക്കുന്നു. 5 3-നുള്ളിൽ ഉൾക്കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ രണ്ട് സംഖ്യകൾ എടുക്കുന്നു. അതായത് 36. 36ൽ എത്ര തവണയാണ്? 7 തവണ. 7 × 5 35. 7 തവണ 36ൽ 7 തവണ 5 ഉണ്ട്. അതുകൊണ്ട് 7 × 5 35. 36ൽ 35 പോയാൽ 1. മുകളിൽ നിന്ന് ബാക്കിയുള്ള സംഖ്യകൾ ഇറക്കി എഴുതുന്നു. ഇനി അവിടെ ഒരു 0 മാത്രമേ ഉള്ളൂ. 0 താഴേക്ക് ഇറക്കി എഴുതുന്നു. ഇപ്പോൾ 10 എന്നുള്ള വാല്യൂ വന്നു. 10-നകത്ത് 5 എത്ര തവണയുണ്ട്? 2 തവണ. 2 × 5 10. 0. റിമൈൻഡർ ഒന്നുമില്ല. സോ ആൻസർ എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. ഇനി രണ്ടാമത്തത് 6 ഈക്വൽ പാർട്സ് ആക്കുന്ന കാര്യമാണ് പറയുന്നത്. 6 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് നമ്മൾ 360നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഹരിക്കുകയാണ്. 360 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 3-നകത്ത് 6 ഉൾക്കൊള്ളത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ 2 സംഖ്യകൾ ചേർത്തെടുക്കുന്നു. 36. 36ൽ എത്ര തവണയുണ്ടാകും? 6 × 6 ആണ് 36. സോ മുകളിൽ 6 എഴുതുന്നു. 6 × 6 36 എന്നുള്ളത് ഗുണിച്ച് താഴേക്ക് എഴുതുന്നു. 36ൽ നിന്ന് 36 പോയാൽ 0 ആണ്.
അടുത്ത സീറോ ഇറക്കി എഴുതുമ്പം മുകളിൽ ഒരു സീറോ ഇട്ട് നൽകുന്നു. സോ ആൻസർ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. റിമൈൻഡർ 0 തന്നെ. ഇനി ലാസ്റ്റത്തത് ചെയ്യുകയാണ്. 6ാമത്തെ ചോദ്യം. അവിടെ 12 ഈക്വൽ പാർട്സ് ആണ് ആക്കുന്നത്. വൃത്തകേന്ദ്രത്തിലെ കോൺ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ 360നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 360നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 3-നകത്ത് 12 ഇല്ല. 2 സംഖ്യകൾ ചേർത്തെടുക്കുന്നു. 36നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് 36ൽ എത്ര തവണയുണ്ട്? 12. 1 × 12 12 ആണ്. 2 × 12 24 ആണ്. 3 × 12 ആണ് 36. സോ 3 ടൈംസ് ആണ്. 3 × 12 36 ആൻഡ് 36 - 36 ഈസ് ഈക്വൽ ടു 0. മുകളിൽ ഒരു സീറോയും കൂടെ ബാലൻസ് ഉണ്ട്. താഴേക്ക് ഇറക്കി എഴുതുമ്പോൾ 0 മേളിലൂടെ എഴുതി കൊടുക്കുന്നു. സോ ആൻസർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ബാക്കിയുള്ള 3 അതായത് 8, 9, 10 നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അടുത്ത ചോദ്യം. ഡിവൈഡ് എ സർക്കിൾ ഇൻറ്റു 5 ഈക്വൽ പാർട്സ് ആൻഡ് ഡ്രോ ദ ഗിവൺ ഫിഗർ. അതായത് ഒരു വൃത്തത്തിനെ 5 തുല്യ ഭാഗങ്ങളാക്കണം. എന്നിട്ട് ഈ തന്നിരിക്കുന്ന ചിത്രം ഒന്ന് വരയ്ക്കണം. ഒരു വൃത്തം വരയ്ക്കുന്നു. ഇതിനെ 5 ഈക്വൽ പാർട്സ് ആക്കണം. അതിനാദ്യം നമ്മൾ ഓരോ കോണും എത്ര ആയിരിക്കണം എന്നറിയണം. അതിനുവേണ്ടി 360നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത കാര്യമാണ്. 360നെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 72 ഡിഗ്രി എന്നുള്ള ആംഗിൾ കിട്ടും. ഇത് മാർജിനിൽ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. 72 ഡിഗ്രി വരയ്ക്കാനായിട്ട് ആദ്യം ഒരു വര വരയ്ക്കണം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു വര വരയ്ക്കുന്നു. വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു വര വരയ്ക്കുന്നു. ഇനി നമുക്ക് 72 ഡിഗ്രി അളക്കണം. 72 ഡിഗ്രി അളക്കാനായിട്ട് സെൻറ്ററിൽ വയ്ക്കുന്നു. ഈ ലൈനിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. 72 ഡിഗ്രി ഇവിടെയാണ്. ഓക്കെ. ഇപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കിട്ടി. നമ്മളത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. ഇതിപ്പോൾ 72 ഡിഗ്രി ആംഗിളാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ലൈൻ എവിടെ വരയ്ക്കണമെന്ന് ചെക്ക് ചെയ്യുന്നു. സെൻട്രൽ വെച്ചു 72 അളക്കുന്നു. ഈ പോയിന്റാണ് 72 എന്ന് പറയുന്നത്. അത് നമ്മൾ വരയ്ക്കുന്നു. അവിടെ 72 ഡിഗ്രി മെഷർമെൻറ്റ് എഴുതി വയ്ക്കുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ്. മൂന്നാമത്തെ ലൈൻ എവിടെയാണെന്ന് ചെക്ക് ചെയ്യുന്നു. 72 ഇവിടെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇരട്ടി എടുക്കാൻ കഴിവുണ്ടെങ്കിൽ 72ൻ്റെ 2 ഇരട്ടി എത്രയാണ്? 144 ആണ്. അതുകൂടെ മാർക്ക് ചെയ്യാൻ ഒന്ന് ഗുണിച്ച് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാർക്ക് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അതുകൂടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്കാൻ നമുക്കിത് ചെയ്തു പോകാം. ഇവിടെ ഇപ്പോൾ 72 മാർക്ക് ചെയ്തു. 72ൻ്റെ കൂടെ അടുത്ത 72 ചേരുമ്പോൾ 144 ആണ്. അത് രണ്ടുകൂടെ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി ഈ 2 പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം 72 കാണുക, വീണ്ടും ഈ ലൈനിൽ വെച്ചുകൊണ്ട് അടുത്ത 72 കാണുക. ഇപ്പോൾ നമ്മൾ 5 ഈക്വൽ പാർട്സ് ആക്കി. ഇനി എന്താണ്? ചിത്രത്തിലേതുപോലെ വൃത്തത്തിൽ മുട്ടിയിരിക്കുന്ന ഈ പോയിന്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു.
ഇപ്പോൾ നമ്മളിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ചിത്രം നമ്മൾ വരച്ചു കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ 5 ഈക്വൽ പാർട്സ് ആക്കി. 1, 2, 3, 4, 5 ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഡ്രോ എ ഫിഗർ ഓഫ് 9 സൈഡ്സ് ഇൻസൈഡ് എ സർക്കിൾ. അതായത് ഒരു വൃത്തത്തിനുള്ളിൽ 9 വശങ്ങളുള്ള ഒരു രൂപം വരയ്ക്കുക. നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആദ്യം ഒരു വൃത്തം വരയ്ക്കുന്നു. ഇനി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 9 വശങ്ങളുള്ള രൂപം വരയ്ക്കാനാണ്. അപ്പം നമ്മൾ 9 തുല്യ ഭാഗങ്ങളാക്കണം. 360നെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതൊന്ന് മാർജിനിൽ ചെയ്ത് നോക്കാം. 360 9. 3-നുള്ളിൽ 9 ഇല്ല, 3-ൽ 9 ഉൾക്കൊള്ളില്ല. അവിടെ നമ്മൾ 36 എടുക്കുന്നു. 36-ൽ 1 × 9 9, 2 × 9 18, 3 × 9 27 and 4 × 9 36. So it is 4. 4 × 9 36. 4 തവണയാണ് 9 ഉള്ളത്. 36-ൽ 36 കുറച്ചാൽ 0 ആണ്. അടുത്ത 0 ഇറക്കി എഴുതുമ്പോൾ മേളിലൊരു 0 ഇട്ട് നൽകുന്നു. സോ 360-നെ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ 40 ആണ് ആൻസർ. ഈസ് 40 ഡിഗ്രി. ഇനി നമ്മൾ അളവെടുക്കുമ്പോൾ 40 ഡിഗ്രി വെച്ചാണ് നമ്മൾ ഓരോ ആംഗിളും വരയ്ക്കേണ്ടത്. ആദ്യം ഒരു ലൈൻ അങ്ങ് വരയ്ക്കുന്നു. ഇതിലാണ് നമ്മൾ ഇനി 40 ഡിഗ്രി അളവുകൾ വരയ്ക്കുന്നത്. ഒന്നാമത്തത് 40 ഡിഗ്രി. ഇനി 40 ഡിഗ്രിയിൽ നിന്ന് ഒരു 40 ഡിഗ്രി കൂടെ കൂട്ടിയാൽ 80 ആണ്. അവിടുന്ന് വീണ്ടും ഒരു 40 ഡിഗ്രി കൂടെ ചേർന്നാൽ 120 ആണ്. വീണ്ടും ഒരു 40 ഡിഗ്രിയും കൂടെ ചേർന്നാൽ 160 ആണ്. ഇപ്പോൾ നമുക്ക് 4 പോയിന്റ് 4 ലൈൻസ് ഒറ്റയടിക്ക് തന്നെ വരയ്ക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ ലൈനും വരയ്ക്കുക. എന്നിട്ട് രണ്ടാമത്തെ ലൈൻ അതിൽ 40 വെച്ച് വരച്ചു പോവുക. ഇതിപ്പോൾ 40. രണ്ടാമത്തത് ഇവിടെയാണ്, ഇത് തമ്മിൽ ചേർത്ത് വരയ്ക്കുന്നു. മൂന്നാമത്തത് ചേർത്ത് വരയ്ക്കുന്നു. ആൻഡ് ഫോർത്ത് വൺ. ഇനി കുറച്ചുകൂടി ഉണ്ട്, ബാക്കിയും കൂടെ നമ്മൾ വരയ്ക്കണം. ഇവിടുന്ന് 40 ഡിഗ്രി എടുത്ത് പോകുന്നു. ഇതാണ് ഒന്നാമത്തത് 40 ഡിഗ്രി. ദെൻ 80 ഡിഗ്രി. ദെൻ 120 ഡിഗ്രി. ആൻഡ് ദെൻ 160 ഡിഗ്രി. ഇപ്പോൾ ഈക്വൽ ആയിട്ടുള്ള 9 പാർട്സ് ആയി. 1 2 3 4 5 6 7 8 9. സോ 9 പാർട്സ് ആയി. ഇനി എൻ പോയിന്റ്സ്, വൃത്തത്തിലെ പോയിന്റ്സുകളൊന്ന് ജോയിൻ ചെയ്യുന്നു. 1 2. ഇപ്പോൾ 9 വശങ്ങളുള്ള ഒരു രൂപം നമ്മൾ വൃത്തത്തിനുള്ളിൽ വരച്ചിരിക്കുകയാണ്. ഇവിടം വരെയാണ് ആൻസർ. നൽകിയിരിക്കുന്ന ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഡ്രോ എ ഫിഗർ ഓഫ് ഫോളോയിങ് നമ്പർ ഓഫ് സൈഡ്സ് ഇൻസൈഡ് എ സർക്കിൾ. അതായത് 6 താഴെ നൽകിയിരിക്കുന്ന എണ്ണം വശങ്ങളുള്ള രൂപം വൃത്തത്തിൽ വരയ്ക്കുക. ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്നത് പോലെ തന്നെ 6 വശങ്ങളുള്ളതും പിന്നെ അടുത്ത ചോദ്യം 8 വശങ്ങളുള്ളതുമായിട്ടുള്ള 2 രൂപങ്ങൾ വൃത്തത്തിനുള്ളിൽ വരയ്ക്കുക. 2 ചോദ്യം ആ ഹോംവർക്കായിട്ട് ചെയ്യുക.